എൻ്റെ പേര് രവീന്ദ്രൻ നായർ. മരിച്ച മാധവൻ സാറിൻ്റെ പി എ ആയിരുന്നു. അച്ഛൻ തിരുമേനി അറിയും. ഈ അടുത്ത സാർ പട്ടേലയുടെ മകനാണെന്ന് മനസ്സിലായത്. ഈ കേസ് തെളിയുന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. മാധവൻ സാർ മരിച്ച സ്ഫോടനത്തിന് ശേഷം നാടാകെ കണ്ണീരിലായിരുന്നപ്പോൾ ചിലർ മാത്രം അത് ആഘോഷിക്കുകയായിരുന്നു. ഹോട്ടൽ സദേൺ പാലസിൽ അവിടെ മദ്യം ഒഴുകുകയായിരുന്നു സാർ. അവിടെ ആര് വന്നു അവർക്കൊക്കെ മദ്യം സൗജന്യമായിരുന്നു. അത് ഏതാണ്ട് അടുത്ത ദിവസം മൃതദേഹം സംസ്കരിക്കുന്നത് വരെ നീളുന്നു. ആരൊക്കെയായിരുന്നു ഈ ചിലർ? എക്സൈസ് കമ്മീഷണർ സോമൻ പണിക്കർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PWD ഒരു അൻവർ അഹമ്മദ്, ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പത്മനാഭൻ, പിന്നെ CKC നമ്പ്യാർ, ചീഫ് എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിസിറ്റി ബോർഡ്. മാധവൻ സാർ പറഞ്ഞ മോസ്റ്റ് കറപ്റ്റ് ലിസ്റ്റിൽപ്പെട്ട ചിലർ. ഇവിടുത്തെ കൊടി കുത്തിയ കോടീശ്വരന്മാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സമ്പത്ത് കുമിച്ചു കുത്തിയ റാസ്കൽസ്. അവരുടെ ഉറക്കം കെടുത്തിയ രാത്രികളായിരുന്നു മാധവൻ സാറിന്റെ പകലുകൾ. സ്ഫോടനവുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മിസ്റ്റർ രവീന്ദ്രൻ നായർ? രവീന്ദ്രൻ നായർക്ക് സംശയമുണ്ടോ? ഈ പറഞ്ഞതല്ലാതെ മറ്റു വല്ലതും അവരെ കുറിച്ച് അറിയോ? ഇല്ല. അവരുടെ 1-ാം നമ്പർ ശത്രുവാണ് ഇല്ലാതായത്. അതവരെ ആഘോഷിച്ചിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല. അമ്മയെ കൊന്നാലും 2 പക്ഷമുള്ള നാടാണിത്. എനിവേ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. എന്നാ ഞാൻ വരട്ടെ സാർ. ആ ഹോട്ടലിന്റെ പേരെന്താ പറഞ്ഞ? ഹോട്ടൽ സദേൺ പാലസ്. ശരി. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നിങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ചിരിക്കും. അതും SITക്ക് വിഷയമല്ല. മിനിസ്റ്റർ മാധവൻ സ്ഫോടനത്തിൽ മരിച്ച ദിവസം നിങ്ങൾ നാട്ടുകാർക്ക് മദ്യം വിളമ്പുകയോ സദ്യ കൊടുക്കുകയോ ഒക്കെ ചെയ്തിരിക്കാം. അതും SITക്ക് പ്രശ്നമല്ല. അവർ പ്രോബ്ലം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? അയ്യോ ഇല്ല, ഒരു ബന്ധവുമില്ല. എന്നാ ഞാൻ പോട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയല്ലോ, ജുമാ ഉണ്ട്. അവിടെ ഇരിക്കണു. ഉദ്ദേശം 7 മാസം മുമ്പ് ഹോട്ടൽ സദേൺ പാലസിൽ 3-4 ദിവസം നിങ്ങൾ അടുപ്പിച്ച് മുറിയെടുത്ത് താമസിച്ചു. താമസിരുന്നു? ഇല്ല. 7-8 ബെഡ്റൂമുള്ള ഒരു വീട് സ്വന്തമായിട്ടുള്ളപ്പം ഞാൻ എന്തിനു വാടക കൊടുത്ത് അവിടെ താമസിക്കണം? നിങ്ങൾ അവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവായി നിങ്ങളുടെ പേരിലുള്ള ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ബിൽ പേയ്മെന്റ് ചെയ്തതിന് അവർ ഇഷ്യൂ ചെയ്ത റിസിപ്റ്റിന്റെ കോപ്പി ഇതാ. പറ, നിങ്ങൾ അവിടെ താമസിച്ചിരുന്നോ ഇല്ലയോ? താമസിച്ചിരുന്നു. എന്തൊരു മറവിയാ. വയസ്സായില്ലേ മോളെ? ഇപ്പോഴാ ഓർമ്മ വന്നത്. ദേശമംഗലം ഇറിഗേഷൻ പ്രോജക്ടിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ഓഫീസിലിരുന്ന തിരക്ക് കാരണം. അതെ സാർ, സത്യമായിട്ടും. നാടുനീളെ PWD റെസ്റ്റ് ഹൗസ് ഉള്ളപ്പോ കയ്യിലെ കാശും മുടക്കി ഹോട്ടൽ മുറിയിൽ നിന്ന് റിപ്പോർട്ട് എഴുതിയായിരുന്നല്ലേ? ഇതെന്താ ഇങ്ങനെ? നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ, ഒറ്റയ്ക്ക്. 3 ദിവസം ഒറ്റയ്ക്ക്, ഒരു ഈച്ച പോലും അറിയാതെ. അപ്പോ തനിക്ക് തീർച്ചയായും മഹോദരമുണ്ട്. മഹോദരൻ? ആർത്തി, ആഹാര സാധനങ്ങളുള്ള അമിതമായ ആർത്തി. ഇല്ലെങ്കിൽ ഒരാൾ എത്ര കഴിച്ചാലും ഒരു ദിവസം 4200 രൂപ വരില്ല. 4 മട്ടൻ, 4 ചിക്കൻ, 4 ബിരിയാണി, 12 പൊറോട്ട, 4 കാപ്പി, 4 ചായ, 22 സോഡ. മറ്റു 3 പേര് ആരൊക്കെയായിരുന്നു? പറയണം മിസ്റ്റർ അൻവർ അഹമ്മദ്. മിസ്റ്റർ പത്മനാഭൻ, മിസ്റ്റർ CKC നമ്പ്യാർ അല്ലേ? മക്കൾ 4 പേരും കൂടെ എന്നെ അടുക്കായിരുന്നു അവിടെ. ചീട്ട് കളിക്കായിരുന്നു. 4 പേര് 3 ദിവസം രാവും പകലും ഓഫീസൊക്കെ മുടക്കി കുത്തിയിരുന്ന് ചീട്ട് കളിക്കായിരുന്നു അല്ലേ? ആ സോമനെന്ന് വിളിച്ചേ. അയ്യോ അതെന്തിനാ? രക്ഷയില്ല സാഹിബേ. ഹലോ ഹലോ, മിസ്റ്റർ സോമൻ പണിക്കർ? അതെ. ഇത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയും. അത് തന്നെ. ഒരു ഇൻഫർമേഷൻ വേണ്ടിയാ വിളിച്ചത്. എന്താ അറിയേണ്ടത്? എന്താ? ഹോട്ടൽ സദേൺ പാലസിൽ ഞാൻ ചീട്ട് കളിച്ചു. ചീട്ട് കണ്ടാ മനസ്സിലാകുമെന്നല്ലാതെ ഇന്നുവരെ അത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ആ ഹോട്ടലിൽ ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല. ഇനിയും പുതിയ എന്തെങ്കിലും നുണ പറയാനാണ് ഭാവമെങ്കിൽ സാറിന്റെ പ്രായവും പദവിയൊക്കെ ഞങ്ങൾ അങ്ങ് മറക്കും. അയ്യോ, ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരുടെ കൈകാലം ഒക്കെ ആയിരിക്കും. അത് വേണോ മിസ്റ്റർ അൻവർ അഹമ്മദ്? എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നാ പറയണം.
മാധവനെ ഇലക്ഷനിൽ തോപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങളിവിടെ. വോട്ടർമാർക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, അയാളെ തോൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിലേക്കായി എല്ലാരും കൂടി ചേർന്ന് 25 ലക്ഷം രൂപ പിരിച്ച് ആ തുക നമ്പ്യാരെ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്പ്യാർ ആ തുക എന്ത് ചെയ്തു? അത് നമ്പ്യാര് പറഞ്ഞില്ല. പക്ഷെ ഇലക്ഷനിൽ മാധവൻ തോക്കുമെന്ന് മാത്രം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. നമ്പ്യാർ ഇപ്പൊ എവിടെ ഉണ്ട്? ഓഫീസിലോ വീട്ടിലോ? Try his arm, sir. എന്തായി? എവിടെയാണ് മിസ്റ്റർ നമ്പ്യാർ? ഒരിടത്തും ഇല്ല സർ. ഓഫീസിലും വീട്ടിലും ഒക്കെ നേരിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു വിവരമില്ല. കോഴിക്കോടുള്ള അയാളുടെ മകളുടെ വീട്ടിൽ അവിടുത്തെ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. അവിടെ ഒന്നും വേല ചെന്നിട്ടില്ല സാർ. അയാളുടെ അടുത്ത റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ? അയ്യോ, സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. CKC നമ്പ്യാരുടെ അനന്തരമുള്ള SP മീന നമ്പ്യാർ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? അത് നോ മോർ എക്സ്പ്ലനേഷൻസ്. എന്താ നോക്കി നിൽക്കുന്നത്? കം ഓൺ, ക്വിക്ക്. We are in search of Mr. Nambiar, CKC Nambiar, your uncle. അതിന് അദ്ദേഹം ഇവിടെയല്ലല്ലോ താമസിക്കുന്നത്. അതെനിക്കറിയാം, പക്ഷേ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ എന്റെ സെർവൻസും ഞാനും മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അതെനിക്കൂടെ ബോധ്യമാണല്ലോ. Come on, search. നോ, ഈ വീട്ടിൽ ഒരു സെർച്ച് നടക്കില്ല. How dare you order it? I won't let you do it. ആവശ്യം വന്നാൽ DGPയുടെ വീടായാലും സെർച്ച് നടക്കും. Don't try to prevent us. ഇത് സ്പെഷ്യൽ ജഡ്ജ് ഇഷ്യൂ ചെയ്ത സെർച്ച് വാറന്റ് ആണ്. യു വാണ്ട് ടു ഡിസ്റെസ്പെക്ട് ഇറ്റ്? പറയൂ, ഇതിനെ മാനിക്കുന്നോ ഇല്ലയോ? Sorry for the inconvenience. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? ഒരു നമ്പ്യാരെയും തേടിയല്ല നിങ്ങൾ വന്നത്. എന്നെ അപമാനിക്കണം, വൈരാഗ്യം തീർക്കണം. അതെ, അതിനാ നിങ്ങൾ വന്നത്. ഇഷ്ടമുള്ളത് എന്തും ധരിക്കാം. ഐ ഡോണ്ട് കെയർ. എന്ത് കാരണത്തിനാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു കുടുംബം മുഴുവൻ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലക്ഷത്തിലൊന്നുപോലും വരില്ല ഇതൊന്നും. ഈ സെർച്ചിന് നിങ്ങൾ തന്നെയാണ് കാരണം. ഞാനോ? അതെ, തുടക്കം മുതൽക്കേയുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിഷേധം, അഹങ്കാരം, ഇതൊക്കെ ആരിൽ സംശയം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അന്വേഷിക്കപ്പെടുന്നയാൾ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് കൂടി അറിയുമ്പോൾ. മിസ്റ്റർ CKC നമ്പ്യാർ, വരണം. ഇവിടെ എന്താ കാര്യം? Excuse me, sir. ഇതാ, നിങ്ങൾ രാവും പകലും ഭൂമി മലയാളമാകെ തേടി നടന്ന പിടികിട്ടാ പുള്ളി മിസ്റ്റർ CKC നമ്പ്യാർ. സ്വന്തം അമ്മാവനെ പിടിച്ചു കൊടുത്തു എന്നുള്ള സൽപ്പേരിന് വേണ്ടിയല്ല ഞാൻ ഈ കർമ്മം ചെയ്തത്. ഡോണ്ട് തിങ്ക് ഐ എം സോ ജനറസ്. അന്ന് നിങ്ങൾ എന്നെ സംശയിച്ച് അപമാനിച്ചു. അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കരുതിയാൽ മതി. എ നോബിൾ റിവെഞ്ച്. തുല്യതയൊന്നും വേണ്ട സർ. ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷൻ മാത്രം മതി. എന്ന് വെച്ച് വി ഡോണ്ട് എക്സ്പെക്ട് യുവർ സിമ്പതി, ബട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡിങ്. വരട്ടെ. ജസ്റ്റ് എ മിനിറ്റ് മാഡം. നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്തുവല്ലോ, നല്ലത് തന്നെ. പക്ഷേ അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സ്വന്തം അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വികാര പ്രകടനമോ വീർമുട്ടലോ ഒന്നും വേണ്ട. മിനിമം വാചക കസർത്തെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പിടികിട്ടാ പുള്ളി, കോമ്പൻസേഷൻ, നോബൽ റിവെഞ്ച്, കഷ്ടം. എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്നുള്ള ആവേശമുണ്ട്, അതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷേ വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ല. ഒരല്പം കൂടെ മെച്ചൂരിറ്റി ആവും. തിരുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ സ്വയം ഝാൻസി റാണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ഇവിടെ. അതിൽ ഒരെണ്ണം കൂടെ കൂടും, അത്രേ ഉള്ളൂ. എനിവേ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തിക്ക്
നന്ദി പറയേണ്ട കടമ എനിക്കുണ്ട്. താങ്ക്സ് ഫോർ വാട്ട് യു ഡൺ. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ് മാം. Come on, Mr. Nambiar. We have some business. Come. നിങ്ങൾ ആ പണം വാങ്ങിയെന്ന് 99% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ബാക്കി 1% കടിച്ചു തൂങ്ങി എത്ര നേരം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും? വാങ്ങിയില്ല, അവരെ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. Come on, tell the truth. പണം മുടക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ മാധവനെ പുല്ലുപോലെ തോപ്പിച്ചു തരാമെന്ന് MLA ആയ തോമസ് പൂഴിമറ്റം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ കാശ് മുടക്കിയാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നപ്പോ ആളെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അയ്യോ, സാർ എന്താ ഈ പറയുന്നത്? അത്തരം ക്രൂരതയൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. എന്നെ ഏൽപ്പിച്ച കാശ് തോമസിനെ ഏൽപ്പിച്ചു എന്നല്ലാതെ ഞാൻ... ഭരണകക്ഷിയിൽപ്പെട്ട MLA ആയ തോമസ് പൂഴിമറ്റം മാധവ സാറിനെ എന്തിനു തോൽപ്പിക്കണം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ. ഈ മന്ത്രിസഭയുടെ തുടക്കത്തിൽ പൂഴിമറ്റം തോമസും ഒരു മന്ത്രിയായിരുന്നു. തുടർന്നുണ്ടായ ആരോപണങ്ങളുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. മാധവൻ തന്നെയാണ് അദ്ദേഹത്തെ അതിന് നിർബന്ധിച്ചത്. പക്ഷേ എൻക്വയറിയിൽ ആരോപണവും തെളിയിക്കപ്പെട്ടില്ല. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മാധവൻ ഒരു ക്ഷമാപണ കത്ത് തോമസിന് അയക്കുകയും ചെയ്തു. എൻക്വയറി റിപ്പോർട്ടിന്റെ കോപ്പിയാണ്. എനിക്ക് ഈ തോമസിനെ നേരിട്ടറിയാം. അവർ പറയുന്നതിലുള്ള കാര്യത്തിന് അയാൾ കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൈസ തോമസിനെ ഏൽപ്പിച്ചു എന്ന് നമ്പ്യാര് തറപ്പിച്ച് പറയുമ്പോ... സോറി, ഐ ഡിഫർ ടു എഗ്രി. വർഷങ്ങളായി ഒരു അവകാശം പോലെ അഴിമതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോക്സ് അവർ പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ?